ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഓഫീസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് ഓഫീസ് വകയാണ് നമുക്ക് കോർട്ടൊക്കെ ബുക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ലോട്ട് 7:30 ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ചെറിയൊരു കറക്കമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് പനമ്പള്ളി നഗറിലാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം വിചാരിച്ചത് നമുക്ക് എന്തെങ്കിലും സ്നാക്സോ പാനിപ്പൂരി അല്ലെങ്കിൽ വേറെ കുറേ ഫുഡ് ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതെന്തെങ്കിലും കഴിക്കാമെന്ന്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതില്ലേ എൻ്റെ ക്യാമറാമാൻ ഭാഗ്യട്ടോ. അപ്പോൾ പുള്ളിക്കാരിയുടെ അടുത്ത് ഇവർ പറയുകയാണ് ഇങ്ങനെ വേണം ഇറങ്ങുന്ന ഇങ്ങനെ ഒരു സിനിമാറ്റിക് ആംഗിളിലൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് വെറുതെ കളിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വേറെ കുറച്ച് ഫ്രണ്ട്സ് കൂടെ വരാനുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക. അതെ, അപ്പോഴത്തേക്കും അവരെത്തി. അപ്പോൾ ഈ സൈഡ് പാനിപ്പൂരിയും ചാട്ടും ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പ്ലേസ് പിടിച്ചത്. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് നാടൻ ഐറ്റം കഴിച്ചാലോ. അങ്ങനെ പിന്നെയും റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി ഏലം റെസ്റ്റോ കഫേ. അപ്പോൾ അവിടെ നമുക്ക് പാൽ ചായ ഒന്നുമില്ല, കട്ടൻ ചായ മാത്രമായിരുന്നു. അപ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു നല്ല അടിപൊളി ഒരു എന്താ പറയുക നല്ലൊരു ആംബിയൻസ് ഉള്ള പ്ലേസാണ് കേട്ടോ. പിന്നെ അവിടെ അല്ലാത്ത കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ അവർ റെഡിയായി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ കട്ടൻ ചായയൊക്കെ വന്നു. അതേപോലെ ഇന്നത്തെ മെനു എന്തൊക്കെയാണ് അതൊക്കെ അവരവിടെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ്. പക്ഷേ എങ്കിലും വിശക്കാൻ തുടങ്ങി കേട്ടോ. പക്ഷേ ഇത്ര ഹെവി കഴിച്ചാൽ നമുക്ക് പിന്നെ കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നിന്നൊരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇപ്പുറത്തോട്ട് വന്ന് നല്ല സമൂസി അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ നമ്മുടെ ഈ കോർട്ടിലേക്ക് എത്തി. അപ്പോഴത്തേക്കും വേറെ കുറച്ച് പേരും കൂടെ വന്ന് പിന്നെ നമ്മൾ കളി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും വരാനൊരു പ്ലാനും ഇല്ലായിരുന്നു. അത് കാരണം ഞാൻ നമ്മുടെ ട്രാക്ക് പാൻറ്റും കാര്യങ്ങളും ഒന്നും എടുത്തില്ല. അപ്പോൾ ഓഫീസ് ഡ്രസ്സിൽ തന്നെ ഇങ്ങോട്ട് കളിക്കാനായിട്ട് വന്നു. അത് പക്ഷേ നല്ല പാടായിരുന്നു കേട്ടോ. പിന്നെ കളിച്ച് കുറച്ച് നേരം ശരിക്കും നമ്മൾ കുറേ ഇരുന്നുള്ള വർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഫിസിക്കൽ എക്സസൈസ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ഭയങ്കര ആവശ്യമാണ്. നമുക്ക് മൈൻഡും ഭയങ്കര റീഫ്രഷിംഗ് ആണ്. പണ്ടൊന്നും എനിക്ക് സ്പോർട്സ് വലിയ ഇഷ്ടമുള്ള കാര്യമേ ആയിരുന്നില്ല. പക്ഷേ ബാഡ്മിൻ്റൺ എനിക്കിഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ കൂടുതലും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യാനൊക്കെ തുടങ്ങി. ശരിക്കും ചെയ്ത് തുടങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വ്യത്യാസം വരുന്നത്. അതായത് നമ്മുടെ ബോഡിക്ക് മാത്രമല്ല, ഈവൻ മെൻ്റലിയും നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു ഉണർവോ ഒരു ഇച്ചിരി ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അങ്ങനെ പിന്നെ അവിടെ നിന്ന് അതൊക്കെ നേരെ കളിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ചാർക്കോൾ ഷാക്കിലെത്തി മന്തിയൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ബൈ.